ഡീസൽ വില വർധനവ് മൂലം കെഎസ്ആർടിസിയുടെ നടത്തിപ്പ് വലിയ പ്രതിസന്ധിയിലേക്ക് 6 മാസം മുൻപുള്ളതിനേക്കാൾ പ്രതിദിനം 4.5 കോടി രൂപയിലധികം ഡീസലിന് മാത്രം അധിക ചെലവ് വരുന്നതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ 30% സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനാണ് കെഎസ്ആർടിസിയുടെ തീരുമാനം. ഇന്ധന വില വർധനവ് മൂലം ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കെഎസ്ആർടിസി കൂപ്പുകുത്തിയിരിക്കുന്നത്. ഡീസൽ അടിക്കുന്നതിനുള്ള പണം പോലും കണ്ടെത്തുന്നത് ശ്രമകരമായിട്ടുണ്ട്. ഇതിനു പുറമെ ജീവനക്കാരുടെ ശമ്പളം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് കെഎസ്ആർടിസിയെ കുഴയ്ക്കുന്നത്. കെഎസ്ആർടിസിയുടെ ആകെ വരുമാനം ശരാശരി ഏറ്റക്കുറച്ചിലോടുകൂടി നോക്കിയാലും 6 കോടിയിൽ കൂടുതൽ സാധാരണ ഉണ്ടാകാറില്ല. അതിൽ നല്ലൊരു ശതമാനം സംഖ്യ ഡീസലിന് വേണ്ടി തന്നെ മാറ്റിവെക്കുന്നു എന്ന് വന്നാൽ അതിനർത്ഥം ശമ്പളം കൊടുക്കാനോ മറ്റാവശ്യങ്ങൾക്കോ പോലും തികയില്ല എന്നതാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനാണ് തീരുമാനം. രാവിലെയും വൈകിട്ടുമുള്ള സർവീസുകൾ നിലനിർത്തി ഉച്ചസമയത്തെ തിരക്ക് കുറഞ്ഞ സർവീസുകൾ നിർത്തലാക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. യാത്രക്കാർ താരതമ്യേന കുറവായ സമയത്ത് സർവീസുകൾ വെട്ടിച്ചുരക്കുന്ന ഒരു സംവിധാനം സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോഴും ഫലത്തിലത് 20-30% സർവീസ് വെട്ടിച്ചുരുക്കുന്നതിന് തുല്യമായി മാറാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യം കെഎസ്ആർടിസിയുടെ ആലോചനയിലില്ല. ധനവകുപ്പ് ഈ പ്രതിസന്ധി മറികടക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പി.എൽ. കിരൺ, മീഡിയ 1 കോഴിക്കോട്.